നിങ്ങൾക്ക് ഫിൻലൻഡിൽ വരണോ? അമ്മേ നിങ്ങൾക്കും അപ്പൊ ഫിൻലൻഡിൽ വരണോ? എന്നാ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ പാട്ട് എന്നാ സൈൻ ബോർഡിന്റെ ചോട്ടിലൊന്നോ? ഓക്കെ. ഹലോ, നിങ്ങൾക്ക് ഫിൻലൻഡിൽ വരണോ? എന്നാൽ പിന്നെ വിസിറ്റിംഗ് വിസ എടുത്ത് നേരിട്ട് വരണം. അതാണെങ്കിൽ പെട്ടെന്ന് വരാം. അതല്ല, ഇനി സെറ്റിൽമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് വിസയോ സ്റ്റുഡൻറ്റ് വിസയോ നോക്കണം. വർക്ക് വിസ ആണെങ്കിൽ അത് കിട്ടാൻ സത്യം പറഞ്ഞാൽ നല്ല പാടാണ്. നേഴ്സുമാരുടെ കാര്യമല്ല കേട്ടോ. പിന്നെ ഉള്ളത് സ്റ്റുഡൻറ്റ് വിസയാണ്. കട്ട് ചെയ്യോ? എനിക്ക് ശ്വാസം. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്നവരാണെങ്കിൽ ആപ്ലിക്കേഷൻ വെക്കാനുള്ള ടൈമായി. അതായത് ഈ സെപ്റ്റംബർ ഇൻടേക്കിന് ജോയിൻ്റ് ആപ്ലിക്കേഷനും ഉണ്ട്, അല്ലാതെ യൂണിവേഴ്സിറ്റി വൈസ് അല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് അപ്ലൈയും ചെയ്യാം. അപ്പം ജോയിൻ്റ് ആപ്ലിക്കേഷന് ഓർത്ത് വെച്ചു കേട്ടോ, കലണ്ടറിൽ 2 തൊട്ട് 17-ാം തീയതി വരെയാണ്. അല്ല കേട്ടോ, 7 തൊട്ട് 21 വരെയായിരുന്നു, മാറിപ്പോയി. സോറി, 7 തൊട്ട് 21-ാം തീയതി വരെയാണ്. ഞാൻ പെട്ടെന്ന് മാറിപ്പോയി. അത് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയായിരുന്നു കണ്ട. പിന്നെ അത് അപ്ഡേറ്റ് ചെയ്ത് പിന്നെ കൊടുത്തായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചില യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ജോയിൻ്റ് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പോയി അപ്ലൈ ചെയ്യണം ആ യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ ഈ ജോയിൻ്റ് ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് 6 പ്രോഗ്രാമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ. മിക്ക യൂണിവേഴ്സിറ്റി അപ്പോൾ നമുക്ക് കവർ ചെയ്യും. ഏജൻസി വരെ ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 or 3 എങ്ങാണ്ട് അപ്ലൈ ചെയ്യത്തുള്ളൂ. നിങ്ങൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടുതൽ അവസരങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അതായത് കുറച്ച് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് അറിയണം. അത് ഈ 7-ാം തീയതിക്ക് മുന്നേ എല്ലാം സെറ്റാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നല്ല മഞ്ഞുണ്ട്. ഞാനിപ്പോൾ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറാൻ പോയതാണ്. അതിനിടയ്ക്ക് ഇത്തവണ കാൽഫേസിൻ്റെ ഈ ചോക്ലേറ്റ് വാങ്ങിച്ചു. സൂപ്പർ ടേസ്റ്റ്. അപ്പം ഞാൻ ചേച്ചീനെ ചിരിച്ചു കാണിച്ചു. ഞാൻ ഇവിടെ വല്ലപ്പോഴും കുറച്ചു പേരൊക്കെ ചിരിച്ചു കാണിക്കാറുള്ളൂ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം സ്റ്റുഡൻസ് മെയിനായിട്ട് 4 ഡോക്യുമെൻറ്റ്സ്, 4 സർട്ടിഫിക്കറ്റാണ് കാണിക്കേണ്ടത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് കാണിക്കണം. നമ്മൾ എവിടെയൊക്കെ പഠിച്ചോ, അതായത് SSLC, +2, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ഇപ്പം ഇല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ചോ. മഞ്ഞ് വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജലദോഷമൊക്കെ വരും, നമുക്ക് കാണിക്കും സാരമില്ല, അതുകൊണ്ടാവും. അപ്പം നമ്മൾ ഈ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടത്. ട്രാൻസ്ക്രിപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലത്. അത് വെരിഫിക്കേഷൻ സമയത്ത് നമുക്കപ്പം കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ദെൻ വേണ്ടത് ഐഡൻറ്റിറ്റി പ്രൂഫാണ്. അത് നമ്മളെ പാസ്പോർട്ട്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. അതായത് കോഴ്സ് സ്പെസിഫിക് ആയിരിക്കും കൂടുതലും. അത് CV എന്ന് പറയുമ്പോൾ യൂറോപ്പാസ് CV ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് നമ്മൾ യൂറോപ്പാസിൻ്റെ CV ചെന്ന് സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൽ ID അടിച്ച് ലോഗിൻ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് യൂറോപ്പാസ് CV വരും. പിന്നെ അത് അത്ര മെനക്കെടാൻ വയ്യില്ലെങ്കിൽ സാധാരണ CV ആണെങ്കിലും മതി. പിന്നെ നമ്മൾ ചെയ്യുമ്പം വൃത്തിയായിട്ട് ചെയ്യണമല്ലോ. അപ്പം നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഓഫർ ലെറ്റർ, സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത്, പിന്നെ നമുക്ക് എത്ര വർഷം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അവസാനം ഒരു സർട്ടിഫിക്കറ്റും കിട്ടുമല്ലോ, അതും ഉണ്ടെങ്കിൽ നല്ലതാണ്.
പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ ലെറ്റർ വേണം. നമ്മളെന്തിനീ കോഴ്സ് എടുത്തു, നമ്മളെന്താ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഇവിടെ വന്നിട്ട് എന്താ ഉദ്ദേശം, ഫിൻലൻഡിൽ എന്താ കൊണ്ട് തിരഞ്ഞെടുത്ത ഫിൻലൻഡ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെട്ടൊരു വലിയൊരു മോട്ടിവേഷൻ ലെറ്റർ വേണം. അത് നമ്മളെ കൊണ്ട് തന്നെ എഴുതാന്നുള്ളൂ. നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കണം. നമുക്ക് അപ്ലൈ എന്നാ പിന്നെ പാസ്പോർട്ട് അല്ല വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഈ സാധനം കൊടുക്കണം. അത് നല്ല ആലോചിച്ച് കുറച്ച് നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വെക്കുന്നതോടെ അവർ 2 LOR ചോദിക്കും, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച കോളേജിൽ നിന്ന് പ്രിൻസിപ്പലിൻ്റെയോ HODയുടെയോ അവർ രണ്ടിനും ഓരോന്ന് വെച്ച് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് വേണം. ഇല്ലെങ്കിൽ നമ്മൾ അതിന് മുന്നേ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് പറയണം, പിന്നെ കോളേജിൽ നിന്ന് പറയണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ വേണം. എന്താ? ലാംഗ്വേജ്. അത് ഇംഗ്ലീഷോ ഫിന്നിഷോ സ്വീഡിഷോ അത് ഏതായാലും മതി. നമ്മൾ കൂടുതലും ഇംഗ്ലീഷാണല്ലോ, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷിനാണെങ്കിൽ IELTS, TOEFL, പിന്നെ കാംബ്രിഡ്ജിൻ്റെ അങ്ങനെ കുറേ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് കൊടുക്കാം. പിന്നെ ഇതില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് വേറൊരു. ഞാൻ മിക്ക യൂണിവേഴ്സിറ്റിയിലും ഇവിടെ അപ്ലൈ ചെയ്യാം ലാംഗ്വേജ് ഇല്ലാതെ, പക്ഷെ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ. അപ്പോൾ നമ്മൾ MOI കൊടുക്കണം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് അന്നത്തെ ദിവസം തന്നെ നമുക്കതിന് ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിച്ചതെന്നുള്ളതിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് അത് കിട്ടും. അത് ഏകദേശം 500-600 രൂപ എങ്ങാണ്ട് നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്താൽ മതി. അവിടെ ചെന്ന് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ഇത് 4 എണ്ണമാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇതെല്ലാം കിട്ടി, ഇതെല്ലാം എടുത്ത് വെച്ചോക്കണം അപ്ലൈ ചെയ്യാൻ നേരത്ത്. അല്ല പിന്നെ കുറച്ച് ദിവസമുള്ള ആകപ്പാടെ. പിന്നെ ഇത് കിട്ടി നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഏജൻസിയോ വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. നമ്മളെല്ലാം തന്നെ ചെയ്യണം. തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകണം, തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം, തന്നെ DVV പോകണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. തന്നെ സെമിനാർ എടുക്കണം. അത് അറിയത്തില്ലാത്ത എത്രയോ പേരുടെ മുന്നിൽ വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ആദ്യമേ തന്നെ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അത് അത്രയും നല്ലത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ സ്കോളർഷിപ്പ്. അത് മിക്ക യൂണിവേഴ്സിറ്റിയിലും ഇവിടെ ഉണ്ട്. നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മാസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ 20-30 ലക്ഷം രൂപയൊക്കെ ആകും. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് പറഞ്ഞ് ചിലപ്പം ഒന്നും തന്നെ കൊടുക്കാതെ ഫീസ് പേ ചെയ്യാതെ വരാം. അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഏജൻസിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലത് അവർ അപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം. തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് ബെനിഫിറ്റൊക്കെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ ചിലപ്പം വേറെ ഗ്രാൻഡായിട്ടും കിട്ടും, ഈ ഫീസും കട്ട് ചെയ്തിട്ട്. പിന്നെ അങ്ങനെ ചിലപ്പം എനിക്ക് തോന്നുന്നു ലീവിങ് എക്സ്പെൻസും അങ്ങനെ എന്തോ ഒരെണ്ണം കൂടെ അവർ തരുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് നമ്മുടെ കോഴ്സും നമ്മുടെ ഇതൊക്കെ വെച്ച് അത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അല്ലാതെ യൂണിവേഴ്സിറ്റി വഴി ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി നമുക്ക് നല്ല മാർക്ക് ഉണ്ട്, അനുസരിച്ചായിരിക്കും കിട്ടുന്നത് കോഴ്സ് അനുസരിച്ചും. 80-ന് മേളിൽ 85-ന് മേളിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണേലും പോയാലും കിട്ടും കേട്ടോ സ്കോളർഷിപ്പ്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക്. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഫുള്ളും കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. പിന്നെ എക്കോ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തിയത്. റോഡിൻ്റെ അടിയിൽ കൂടെ ഉണ്ടല്ലേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും പാർട്ട് ടൈം ജോബ് കിട്ടുമോ എന്നൊക്കെയുണ്ട്. ആ ഡൗട്ടൊന്നും വേണ്ട, കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം എല്ലാം അപ്ലൈ ചെയ്യാനും. ഞാൻ നെഗറ്റീവ് പഠിപ്പിക്കുമല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി. പിന്നെ നമ്മൾ
ഹെൽസിങ്കി പോലുള്ള സിറ്റീസിലൊക്കെ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റീസ്. ചുമ്മാ കയറി ഫീസ് കുറവാണല്ലോ അങ്ങനെ ഓർത്ത് അപ്ലൈ ചെയ്യരുത്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ക്യാമറ. എൻ്റെ കൈ നന്നായിട്ട് വിറച്ചും തുടങ്ങി, എനിക്ക് ഫോണും പിടിക്കാൻ പറ്റുന്നില്ല. മെയിനായിട്ടുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ അപ്ഡേറ്റ് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുവാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ മറക്കാതെ കിട്ടുന്നതായിരിക്കും. അല്ല, ഇടയ്ക്ക് ചുമ്മാ തപ്പി നോക്കിയാലും മതി, അവിടെ എവിടെയൊക്കെ കാണും വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടവർ. പിന്നെ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ ചേട്ടായി അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. പിന്നെ ഇതും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണേലും ഡൗട്ട് മെസ്സേജ് അയച്ചാൽ മതി. അത് ഞാൻ എങ്ങനെയെങ്കിലും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നെക്കൊണ്ട് എനിക്ക് അറിയാവുന്നത് കേട്ടോ. അപ്പോൾ ശരി, അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാം ശരിയാവട്ടെ. ബൈ. ചാടിക്കോ, വീണോ?